പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു ആമയും മുയലും ഉണ്ടായിരുന്നു. മുയൽ വളരെ വേഗതയിൽ ഓടാൻ കഴിവുള്ളവനായിരുന്നു. എന്നാൽ ആമ വളരെ സാവധാനം മാത്രമേ നടക്കാറുള്ളൂ. ഒരു ദിവസം മുയൽ ആമയെ കണ്ട് ചിരിച്ചു. "നീ എന്തൊരു മന്ദഗതിയിലാണ് നടക്കുന്നത്. എനിക്ക് നിന്നേക്കാൾ എത്രയോ വേഗത്തിൽ ഓടാൻ കഴിയും," മുയൽ അഹങ്കാരത്തോടെ പറഞ്ഞു. ആമ ഒന്നും പറഞ്ഞില്ല. പക്ഷേ മുയൽ തുടർന്നും പരിഹസിച്ചു. "എന്തെന്റെ കൂട്ടുകാരാ, നമുക്കൊരു മത്സരം നടത്താം. ആ മലയുടെ മുകളിൽ ആദ്യം എത്തുന്നതാര് എന്ന് നോക്കാം." ആമ ചിന്തിച്ചു. "എനിക്ക് മുയലിനോട് മത്സരിക്കാൻ കഴിയില്ല. പക്ഷേ അവന്റെ അഹങ്കാരം അടക്കാൻ ഇത് നല്ല ഒരു അവസരമാണ്." അങ്ങനെ ആമ സമ്മതിച്ചു. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും മത്സരം കാണാൻ വന്നു. കുറുക്കൻ വിസിലൂതി മത്സരം ആരംഭിച്ചു. മുയൽ വേഗത്തിൽ കുതിച്ചുപോയി. ആമ സാവധാനം സ്ഥിരതയോടെ നടന്നു തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ മുയൽ ആമയേക്കാൾ വളരെ മുന്നിലെത്തി. മുയൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമ വളരെ പിന്നിലായിരുന്നു. "ആഹാ, ഇനി എനിക്കിപ്പോൾ കുറച്ച് വിശ്രമിക്കാം. ആമ എത്തുമ്പോഴേക്കും എഴുന്നേറ്റ് ഓടിയാൽ മതി," മുയൽ ചിന്തിച്ചു. അവൻ ഒരു മരത്തിന്റെ തണലിൽ കിടന്നു. പക്ഷേ വെയിലും ശാന്തമായ കാറ്റും കാരണം മുയൽ ഉറങ്ങിപ്പോയി. ആമ സാവധാനം ഇടവേളകളില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. അവൻ മുയലിനെ കടന്നുപോയി. മുയൽ നല്ല ഉറക്കത്തിലായിരുന്നു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ മുയൽ ഞെട്ടി ഉണർന്നു. "അയ്യോ, എനിക്ക് വൈകിപ്പോയി." അവൻ വേഗത്തിൽ ഓടി. പക്ഷേ അപ്പോഴേക്കും ആമ ലക്ഷ്യസ്ഥാനത്തെത്തിയിരുന്നു. എല്ലാ മൃഗങ്ങളും ആമയ്ക്ക് കൈയടിച്ചു. ആമ ജയിച്ചു. മുയൽ നാണിച്ച് തല താഴ്ത്തി. "എന്നോട് ക്ഷമിക്കണം," അവൻ ആമയോട് പറഞ്ഞു. "ഞാൻ അഹങ്കാരിയായിരുന്നു. വേഗതയേക്കാൾ പ്രധാനം സ്ഥിരതയാണെന്ന് നീ എന്നെ പഠിപ്പിച്ചു." ആമ ചിരിച്ചു. "ഓടുന്നതിൽ നീ വേഗതയുള്ളവനാണ്. പക്ഷെ വിജയിക്കാൻ സ്ഥിരതയും അധ്വാനവും വേണം." അന്നു മുതൽ മുയൽ ആരെയും പരിഹസിച്ചില്ല. കൂടാതെ മുയലും ആമയും നല്ല സുഹൃത്തുക്കളായി. സാരം: വേഗതയേക്കാൾ സ്ഥിരത പ്രധാനമാണ്. ഒരിക്കലും അഹങ്കരിക്കരുത്. എല്ലാ കഴിവുകളും ബഹുമാനിക്കുക.